എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്നൊരു സിമ്പിളായിട്ട് കുറച്ച് എണ്ണ ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ദശയുള്ള ഏത് മീനെടുത്താലും കുഴപ്പമില്ല. ഞാനിവിടെ മീനിൻ്റെ തലക്കഷ്ണവും രണ്ട് ദശയുള്ള കഷ്ണവും എടുത്തിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്ത് വരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 10 ചെറിയ ഉള്ളി ചതച്ചത്, 10 വെളുത്തുള്ളി അല്ലി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, കുറച്ച് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. എന്നിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഉപ്പ് ഇത്രയും മതി നമുക്ക്. ഇനിയിപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ചതച്ച് വെച്ച സാധനങ്ങളൊക്കെ അതിനകത്ത് ഇടണം. അപ്പം ചെറിയ ഉള്ളി ചതച്ചതിട്ട് ആദ്യം, പിന്നെ വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത് എല്ലാം കൂടെ ഇട്ടിട്ട് ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റണം. സിമ്പിളായിട്ടുള്ള മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട ഫിഷ് നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ട് ഇനി അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്നുകൂടെ വഴറ്റണം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച പൊടികളെല്ലാം ഇടണം. ഇപ്പം കാശ്മീരി നല്ല മുളക് പൊടി വേണ്ടെങ്കിൽ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല, 1.5 ടേബിൾ സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല. അത് ഇഷ്ടമുള്ളവരുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ, കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ഇടാം. അപ്പം ഞാനിവിടെ എടുത്തു വെച്ച പൊടികളെല്ലാം ഇട്ടു. ഇനി അതും കൂടെ ഇട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റണേ. വഴറ്റി ആ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ച പുളിവെള്ളം കൂടെ ഒഴിക്കുക, ഉപ്പും കൂടെ ഇടുക. എന്നിട്ട് അതൊന്ന് തിളയ്ക്കുമ്പം നമ്മുടെ ഫിഷും കൂടെ ഇട്ടിട്ട് ആ ഗ്രേവി വറ്റി പോകുന്നത് വരെ മീഡിയം ഫ്ലെയിമിനാണ് ചെയ്യേണ്ടത് ഇതെല്ലാം. അപ്പോൾ നമ്മൾ പുളിവെള്ളം കൂടെ ഒഴിച്ചു. എന്നിട്ട് ഉപ്പ് ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ടു. 3/4 ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടു. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറിയ തിള വന്നു കഴിയുമ്പം, ഈ ഗ്രേവിക്ക് ഒരു ചെറിയ തിള വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫിഷ്, വരിഞ്ഞ് വെച്ചിരിക്കുന്ന ഫിഷില്ല വൃത്തിയാക്കി, അതും കൂടെ എടുത്ത് ഇതിനകത്ത് വെച്ചിട്ട് ഓരോ സൈഡ് അപ്പുറം ഇപ്പുറം ഇങ്ങനെ ഇപ്പം ഫിഷ് എടുത്ത് വെച്ചിട്ട് ഇനിയിപ്പം നമുക്ക് ഇത് ഒരു സൈഡിൽ ഈ ഗ്രേവിയുടെ ഇതൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് തിരിച്ചും കൂടെ ഇടണം. നമുക്ക് അതും തിരിച്ചും കൂടെ ഇട്ട് ഇതുപോലെ തിരിച്ചിട്ട് എല്ലാം കൂടെ തിരിച്ചിട്ടിട്ട് ഇനി അടച്ച് വെച്ച് ഒരു 10 സെക്കൻഡ് അടച്ച് വെച്ചാൽ മതി. 10-20 സെക്കൻഡ് അടച്ച് വെച്ചാൽ മതി. ഒന്ന് അടച്ച് വയ്ക്കുക. ഇനി അടച്ച് വയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഫിഷൊക്കെ ഒന്ന് ഒരുമാതിരി വെന്ത് കിട്ടും. വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു 10 സെക്കൻഡോ 20 സെക്കൻഡോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നാൽ മതി. തുറന്നിട്ട് ഇപ്പം കണ്ടു, ആ സൈഡിലെല്ലാം നന്നായിട്ട് ഫിഷിൻ്റെ ആ ഗ്രേവിയൊക്കെ പിടിച്ച് ഇനി നമുക്ക് സൈഡ് തിരിച്ചിടണം. ഇങ്ങനെ തിരിച്ചിട്ടിട്ട് അടച്ചൊന്നും വെക്കേണ്ട, എല്ലാ ഭാഗവും തിരിച്ചിട്ടിട്ട് നമ്മൾ അതിനകത്ത് കിടക്കുന്ന ഗ്രേവി ഇല്ല, അത് കുറച്ചായിട്ട് ഈ ഫിഷിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കണം. എടുത്തിങ്ങനെ വെച്ചോണ്ട് ആ ഗ്രേവി ഇതുപോലെ ഇതാക്കി കൊടുക്കണം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്നാൽ അതിനെല്ലാം പിടിക്കുകയും ചെയ്യും. നല്ല സൂപ്പർ ടേസ്റ്റാണ്, സോഫ്റ്റുമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നു, വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ